So hey, hello, welcome to EduPod. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വേവ് ഓപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഈ പറയുന്ന വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഉള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾ കാണുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ വരൂല മക്കളെ. ഓക്കെ, അപ്പൊ അത്രയും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രം ദ ചാപ്റ്റർ വേവ് ഓപ്റ്റിക്സ്. റെഡി? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണടാ. ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഹാവ് ദ സെയിം ഫേസ് ഇസ് കോൾഡ് എ വേവ് ഫ്രണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? അതായത് വേവ് ഫ്രണ്ട് എന്താണ് എന്നുള്ള കൺസെപ്റ്റ് ആണ് അല്ലേ. ഹൈഗൻസ് പ്രിൻസിപ്പിൾ വരുന്ന ആളാണ് വേവ് ഫ്രണ്ട്. അതായത് ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് പോയിന്റുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ട്രൂ അല്ലേ. സാധനം എന്താണ്? ട്രൂ ആണ്. സംശയമില്ലല്ലോ, സാധനം സെറ്റ് ആണല്ലോ. റെഡി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കുറച്ച് PYQs അങ്ങോട്ട് റെഫർ ചെയ്ത് നോക്കിക്കേ. എത്ര വട്ടമാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചെന്നുള്ള വല്ല ഐഡിയ ഉണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഡെറിവേഷൻസ് ഉണ്ട്. ഒന്ന് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുക, രണ്ടാമത്തേത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇത് ഈ രണ്ട് പ്രൂഫുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മോഡലിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പബ്ലിക്കിന് ചോദിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡെറിവേഷൻ ഈ ചാപ്റ്ററിലെന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട്, സ്റ്റേറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഓക്കെ, ആദ്യം നമ്മളോട് ഹൈഗൻസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. രണ്ടാമത് പറയുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാ സമയത്തും ഇങ്ങനെ ആയിരിക്കില്ല. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ്പ്ലെയിൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കും, ഡിഫൈൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കും, വാട്ട് ഈസ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ ചോദിക്കും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതേണ്ട ആൻസർ ആണിത് ഈ ബോർഡിൽ കാണുന്ന ഈ 3 പോയിന്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ആണ് എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട്. ഈ WF എന്ന് ഉദ്ദേശിക്കുന്നത് വേവ് ഫ്രണ്ട് ആണ് കേട്ടോ. Wave front ആണ് കേട്ടോ. So every point on a wave front act as the source of secondary disturbances which emits their own wavelets called secondary wavelets. അല്ലേ, നമ്മുടെ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും എന്ത് ചെയ്യും? അവർ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു സെക്കൻഡറി വേവ്ലെറ്റുകളെ ഉണ്ടാക്കും. എന്നിട്ടോ സെക്കൻഡറി വേവ്ലെറ്റ് സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് വിത്ത് ദ സ്പീഡ് ഓഫ് ദ വേവ്. ഈ സെക്കൻഡറി വേവ്ലെറ്റുകൾ ഈ വേവിൻ്റെ അതേ സ്പീഡിൽ എല്ലാ ഡയറക്ഷനിലേക്കും സ്പ്രെഡ് ചെയ്യും. എന്നിട്ടോ ഈ സെക്കൻഡറി വേവ്ലെറ്റുകളുടെ ഒരു കോമൺ ടാൻജന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ we will be getting a new wave front. റെഡിയാണോ? ഈ 3 പോയിന്റുകളാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. സെറ്റ് ആണോടാ? ക്ലിയർ ആണോടാ? റെഡി? അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പ്രൂഫിലേക്കാണ്. പ്രൂവിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈഗൻസ് വേവ് തിയറിയാണ്. എന്താണ് ഈ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? സിംപ്ലി ഇത്രയേ ഉള്ളൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. അല്ലേ ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഹൈഗന്റെ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫിഗർ വെച്ചിട്ടാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സർഫസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ സർഫസ്. ആ സർഫസിലേക്ക് 2 ലൈറ്റ് റേകൾ വരും. ഓക്കെ, 2 ലൈറ്റ് റേകളാണ് നമ്മുടെ സർഫസിലേക്ക് വരുന്നത്. ഒന്ന് ഈ ഒരു ലൈറ്റ് റേ ആണ്, കണ്ടല്ലോ, ഈ ഒരു ലൈറ്റ് റേ ആണ്. ഈ ലൈറ്റ് റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. നമുക്ക് ആ പോയിന്റ് O എന്ന് വിളിക്കാം. O എന്നുള്ള പോയിന്റിൽ നിന്ന് A എന്ന പോയിന്റിലേക്ക് ഈ ഒരു ലൈറ്റ് റേ എത്തുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് വേറൊരു ലൈറ്റ് റേ ഉണ്ട്. ആ ലൈറ്റ് റേ ആരാ? ഈ കാണുന്ന ആളാ. ഇയാള് ആ കാണുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കല്ലേ എത്താൻ പറ്റുള്ളൂ. അതായത് ഇയാൾ ഓയിൽ നിന്ന് ഈ പോയിന്റിൽ എത്തുന്ന സമയം കൊണ്ട് ഇയാൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് അതിനെന്ത് വിളിക്കാം? OP, ഒരു പോയിന്റ് P എന്ന് വിളിക്കാം. രണ്ടാമത്തെ ലൈറ്റ് റേ പോയിന്റ് Pയിൽ നിന്ന് എവിടേക്ക് എത്തുള്ളൂടാ? പോയിന്റ് ബിയിലേക്ക് എത്തുള്ളൂ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി ഇപ്പം നിങ്ങൾ നോക്കിക്കേ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരയ്ക്കും. ഈ പെർപെൻഡിക്കുലർ എന്തായിരിക്കും? ഇത് പെർപെൻഡിക്കുലറാ, ഇത് ലൈറ്റ് റേസാ. ലൈറ്റ് റേസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആണ് ആര്? വേവ് ഫ്രണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു പെർപെൻഡിക്കുലറിനെ നമുക്ക് എന്ത് വിളിക്കാം?
ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് നമുക്ക് വിളിച്ചൂടെ? വിളിക്കാം. റെഡി. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈം, ഒരു ടി സമയം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് റേ ബിയിൽ നിന്ന് എവിടേക്ക് എത്തും? ഈ സർഫസിൽ തട്ടി പോയിന്റ് ബി ഡാഷിലേക്ക് എത്തുന്നു. ഓക്കെ, റെഡി. പോയിന്റ് ബിയിൽ നിന്ന് എവിടേക്ക് എത്തുന്നു? പോയിന്റ് ബി ഡാഷിലേക്ക് എത്തുന്നു. ക്ലിയർ ആണോ? അതേസമയം ഇയാൾ എന്താ ഇനി ചെയ്യുക? ഇയാൾ ഈ സർഫസിൽ തട്ടിയ സമയത്ത് ഇയാളുടെ ലൈറ്റ് വേവ് ഫ്രണ്ടുകളുണ്ട്. ആ വേവ് ഫ്രണ്ടുകൾ അതിനെ തട്ടി റിഫ്ലക്ട് ചെയ്ത് എവിടെ എത്തും? ഈ പോയിന്റിലെത്തും. അതായത് പോയിന്റ് എയിലേക്ക് എത്തും. പോയിന്റ് എ ഡാഷിലേക്ക് എത്തും. ക്ലിയർ ആണോ? ഇത് പോയിന്റ് എ ഡാഷ്. റെഡി അല്ലേ? ഇത് പോയിന്റ് ബി ഡാഷ്. ക്ലിയർ ആണോടാ? റെഡി ആണോടാ? അപ്പൊ ഇത് രണ്ടും നടക്കുന്നത് ഒരേ സമയത്ത്. അതായത് ബിയിൽ നിന്ന് ബി ഡാഷിലേക്ക് എത്തുന്നതും എയിൽ നിന്ന് എ ഡാഷിലേക്ക് എത്തുന്നതും ഒരേ സമയം കൊണ്ടാണ്, ടി സമയം കൊണ്ട്, അല്ലെ? ഇതെല്ലാം ഒരേ മീഡിയത്തിലാണ് നടക്കുന്നത്. ആ മീഡിയത്തിലെ വെലോസിറ്റി വി ആണെന്നുണ്ടെങ്കിൽ മക്കളേതാ ഈ ബി ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസും എ ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസും എത്ര ആയിരിക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി, പോരെ? അപ്പൊ വെലോസിറ്റി വി ആണെന്നുണ്ടെങ്കിൽ ബി ഡാഷ് എന്ന ഡിസ്റ്റൻസ് വി ടി ആയിരിക്കും, എ ഡാഷ് എന്ന ഡിസ്റ്റൻസും എന്തായിരിക്കും? വി ടി ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് റെഡി ആണോ? ഇത് ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എ റിഫ്ലക്ട് ചെയ്ത് പോയി, അതേപോലെ ബിയും എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചോ? ഞാൻ ബി ഡാഷിൽ നിന്നും എ ഡാഷിലേക്ക് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ക്ലിയർ ആണോ? എടാ, ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേ ഇത് രണ്ടും റിഫ്ലക്റ്റഡ് റേസ് ആണ്. ഇവരുടെ പെർപെൻഡിക്കുലർ അപ്പൊ എന്തായിരിക്കും? റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആയിരിക്കും. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇനി എന്താ സംഭവിക്കുക? ഇനി കാര്യമായിട്ടൊന്നും സംഭവിക്കുകയല്ല. നമ്മൾ കുറച്ച് ആംഗിൾ അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി? ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നോർമലിനെ വരച്ചിട്ടുണ്ട്. 2 പോയിന്റിലും നമ്മൾ നോർമലിനെ വരയ്ക്കും. ഇവിടെ ഞാൻ നോർമലിനെ വരച്ചിട്ടുണ്ട്. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ഐ ആണ്. സംശയമൊന്നുമില്ലല്ലോ? ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഒക്കെ സെറ്റ് അല്ലേ? റെഡി. ഇനി എന്താ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, റെഡി. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി, ഓക്കെ. അപ്പൊ ഇനി എന്തായിരിക്കും? ഇത് നോർമൽ ആണ്, ഇത് ഐ ആണ്. ഇതെന്താടാ? പെർപെൻഡിക്കുലർ ആണ്, അല്ലേ? റേക്ക് പെർപെൻഡിക്കുലർ ആണ് വേവ് ഫ്രണ്ട്. ടോട്ടൽ 90 ആയിരിക്കും. ഇത്രയും ഭാഗം ഐ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഭാഗം എത്ര ആയിരിക്കും? 90 മൈനസ് ഐ ആയിരിക്കും. ഓക്കെ അല്ലേടാ? ഇനി ശ്രദ്ധിച്ചേ, ഇത് സർഫസ് ടോട്ടൽ 90 ആണ്. ഇത്രയും ഭാഗം 90 മൈനസ് ഐ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും ബാക്കിയുള്ള ഭാഗം ഈ ആംഗിൾ എത്ര ആയിരിക്കും? ടോട്ടൽ 90 ആണ്, ഇത് 90 മൈനസ് ഐ ആണ്. അപ്പൊ ആ ആംഗിൾ 90 മൈനസ് ഐ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 90 മൈനസ് 90 പ്ലസ് ഐ. എത്രയാ? ഐ തന്നെ. സോ ഈ ആംഗിൾ എത്ര ആണടാ? ഐ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി അപ്പുറത്തേക്ക് വരുതാ, ഇപ്പുറത്തെ സൈഡിൽ നോർമൽ വരയ്ക്കുന്നു. റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിൽ ആംഗിൾ 6 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? വേവ് ഫ്രണ്ടും വേവും തമ്മിൽ 90 ആണ്. ഇത് 6 ആണെന്നുണ്ടെങ്കിൽ ഇത് 90 മൈനസ് 6 ആണ്. എടാ, ഇത് 90 മൈനസ് 6 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ആംഗിൾ എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഐ ചെയ്ത പോലെ തന്നെ 6 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ റെഡി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി നിങ്ങൾ ഇതിലുള്ള 2 ട്രയാങ്കിളുകളെ കൺസിഡർ ചെയ്യണം. ഏതൊക്കെ ട്രയാങ്കിളാന്ന് അറിയോ? എ ബി ബി ഡാഷും എ ഡാഷ് ബി ഡാഷും. 2 ട്രയാങ്കിളുകളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് എ ബി ബി ഡാഷ്, കണ്ടോ? എ ബി ബി ഡാഷ്. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ്. റെഡിയാണോ? എ ഡാഷ് ബി ഡാഷ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ട്രയാങ്കിളുകളും കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. 2 ട്രയാങ്കിളുകൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ 2 ട്രയാങ്കിളിലെയും എന്തായിരിക്കണം? 3 സൈഡുകൾ ഈക്വൽ ആയിരിക്കണം, അല്ലെ 3 ആംഗിളുകൾ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 2 ആംഗിളും ഒരു സൈഡും ഈക്വൽ ആവണം, അല്ലെങ്കിൽ 2 സൈഡും ഒരു ആംഗിളും ഈക്വൽ ആവണം. റെഡി? അല്ലെങ്കിൽ 2 ആംഗിളും ഒരു സൈഡും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തിയറം. SAS തിയറം, SSS തിയറം, SSA തിയറം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഈ 2 ട്രയാങ്കിളുകളിലും ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുവാണ്. ആംഗിൾ ആവട്ടെ, സൈഡുകളാവട്ടെ. റെഡി? ഇനി ശ്രദ്ധിച്ചോട്ടോ, എ ബി ബി ഡാഷും എ ഡാഷ് ബി ഡാഷും ആണ്. ഇവർക്ക് 2 പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട്. അതാരാ?
ഈ കാണുന്ന എ ബി ഡാഷ് എന്നുള്ള ലൈന് രണ്ട് ട്രയാങ്കിളുകളും എന്താണ് സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം എ ബി ഡാഷ് എന്നുള്ള ലൈൻ എന്താണ് കോമൺ. എ ബി ഡാഷ് രണ്ടിലും സെയിം ആണ് അല്ലേ. ഇനി എന്താണ് നോക്കിക്കേ, അടുത്തൊരു സൈഡ് നിങ്ങൾ ഈക്വൽ ഏതാന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഏതായിരിക്കും? യെസ്, എ ബി ബി ഡാഷിലെ ബി ബി ഡാഷ് വി ടി ആണ്. എ ഡാഷ് ബി ഡാഷിലെ എ ഡാഷ് എന്താണ് വി ടി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ബി ബി ഡാഷ് ഇസ് ഈക്വൽ ടു വി ടി. ഇവിടെ ആണെങ്കിലോ എ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ് വി ടി ആണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി ആരെങ്കിലും സെയിം ആയിട്ടുണ്ടോ? ഒരാൾ കൂടിയുണ്ട്. ആരാന്നറിയോ? ആംഗിൾ ബിയും ആംഗിൾ എ ഡാഷും. രണ്ട് ട്രയാങ്കിളുകളിലെയും ഈ ആംഗിൾ നോക്കിക്കേ, റേയും വേവ് ഫ്രണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ്. ദാറ്റ് വിൽ ബി 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90, ആംഗിൾ എ ഡാഷ് ഇസ് ഈക്വൽ ടു 90. റെഡി? സോ ബൈ എന്ത് തിയറം ആയിരിക്കും ഇത്? രണ്ട് സൈഡും ഒരു ആംഗിളും ആണ്. ബൈ SSA തിയറം these two triangles are എന്താണ് കോൺഗ്രുവൻ്റ് ആണ്. these two triangles are കോൺഗ്രുവൻ്റ്. രണ്ട് ട്രയാങ്കിളുകൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവരുടെ എല്ലാ ആംഗിളുകളും ഈക്വൽ ആണ്, അവരുടെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇതിലുള്ള ആംഗിൾ ഐ ഉണ്ട്, അയാളിൽ ആരുണ്ട്? ആർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സോ ആംഗിൾ ഐ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഹെൻസ് ദ പ്രൂഫ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? റെഡി. സോ അത്രയും പവറിൽ നമ്മൾ ഒരു ഡെറിവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഡെറിവേഷനിലേക്കാണ്. ആ ഡെറിവേഷൻ എന്ന് പറയുന്നത് യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രൂവിങ് ദ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് യൂസിങ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ. അതായത് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് പറയും സ്നെൽസ് ലോ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയും സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയും റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് പ്രൂവ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാത്തിനും ഒരേ പ്രൂഫാണ്. ഓക്കെ, റെഡി? സോ നമ്മൾ ആ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ആദ്യത്തെ ഡെറിവേഷൻ നമ്മൾ സെറ്റായി പഠിച്ചു. ആ ഡെറിവേഷൻ വെച്ചിട്ട് ഈ ഡെറിവേഷൻ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ശ്രദ്ധിച്ചോ, അതായത് ഇവിടെയും നമുക്ക് എന്തുണ്ട്, ഒരു സർഫസ് ഉണ്ടാവും. XY എന്നുള്ളൊരു സർഫസ് ആണ്. ഓക്കെ, സോ ഇത് റിഫ്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് മീഡിയത്തിലാണ് എന്ത് ചെയ്യുന്നത്, റിഫ്രാക്ഷൻ നടക്കുന്നത്. ഇത് മീഡിയം നമ്പർ 1 മുകളിൽ, മീഡിയം നമ്പർ 2 താഴെ. എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താ? ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഇത്രയേ ഉള്ളൂ. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ത് കോൺസ്റ്റന്റാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ റേ ഓപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1 എന്നുള്ളൊരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. റെഡി? സോ ഇത് മീഡിയം 1 ആണ്, അയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് എടുക്കാം, രണ്ടാമത്തേത് N2 എന്ന് എടുക്കാം. റെഡി? ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് V1 എടുക്കാം, ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് എന്തെടുക്കാം, V2 എന്നെടുക്കാം. ക്ലിയർ? റെഡി? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ലൈറ്റ് റേസിനെ നമ്മൾ എന്ത് ചെയ്യാനാടാ കൺസിഡർ ചെയ്യുവാണ്. ഒരു ലൈറ്റ് റേ ഇയാൾ ഈ പോയിന്റ് എയിലേക്ക് എത്തുന്ന സമയം കൊണ്ട് അടുത്ത ലൈറ്റ് റേ എവിടെ എത്തുള്ളൂ, ബിയിലേ എത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കും. ആ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത്, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. സംശയങ്ങളൊന്നും ഇല്ലല്ലോ? റെഡി? ഇനി സംഭവിക്കുന്നതാണ് പോയിന്റ്, അതായത് ഒരു T സമയങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ എ ടൈം T. അപ്പൊ ഒരു T ടൈമിന് ശേഷം എന്ത് സംഭവിക്കും, ഈ മീഡിയത്തിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഒരു ലൈറ്റ് റേ ബിയിൽ നിന്ന് എന്ത് ചെയ്യും, ബി ഡാഷിലേക്ക് എത്തൂലേ? ഈ ലൈറ്റ് റേ ബിയിൽ നിന്ന് ബി ഡാഷിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നു, T സമയം എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ബി ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. എത്ര ഡിസ്റ്റൻസ്, എത്രയായിരിക്കും ഡിസ്റ്റൻസ്? വെലോസിറ്റി V1 ആണ്, സമയം T ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് V1T എന്ന് വിളിക്കാം. റെഡി? ക്ലിയർ? ഇനി ഈ ഒരു ബി ഡാഷിലേക്ക് എത്തുന്ന സമയം കൊണ്ട് ഇയാൾ വെറുതെ ഇരിക്കോ? ഇല്ല, ഇയാൾ അടുത്ത മീഡിയത്തിലേക്ക് പോവാണ്. ഇയാളുടെ വേവ് ഫ്രണ്ട് എന്ത് ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്തിട്ട് പോവാണ്. അപ്പൊ അയാളുടെ ലൈറ്റ് റേ എവിടെ എത്തുന്നുണ്ടടാ, അയാളുടെ ലൈറ്റ് റേ ഇങ്ങനെ റിഫ്രാക്ട് ചെയ്തിട്ട് പോയി. റെഡിയാണോ? എന്നിട്ട് ആഫ്റ്റർ എ ടൈം T അയാളുടെ ലൈറ്റ് റേ എവിടെ എത്തി, അയാളുടെ വേവ് ഫ്രണ്ട് എവിടെ എത്തി നിൽക്കുവാണ്, ഈ പോയിന്റിൽ എത്തി നിൽക്കുവാണ്.
ഓക്കെ, ആഫ്റ്റർ ടൈം ബി ഡാഷിലെത്തുന്ന സമയം കൊണ്ട് ഈ എ എന്ത് ചെയ്യാണ്, എ ഡാഷിലേക്ക് എത്തുവാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് v2 വെലോസിറ്റിയിലാണ്, ടി സമയം കൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ എ ഡാഷിൽ നമുക്ക് എന്ത് വിളിക്കാം, v2t എന്ന് നമ്മൾക്ക് വിളിക്കാം. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇനി കഴിഞ്ഞു. സിമ്പിളാ, കഴിഞ്ഞു. നേരത്തെ പോലെ തന്നെ ദേ ഇവിടെ ഒരു നോർമലിനെ വരച്ചിട്ടുണ്ടടാ മക്കളെ, നോർമലിനെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇൻസിഡന്റ് റേയും നമ്മളെ നോർമലും തമ്മിൽ ആംഗിൾ ഐ. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇത് എത്ര ആയിരിക്കും? പെർപെൻഡിക്കുലർ ആണ്, റേ ആണ്. ഇത് എത്ര ആയിരിക്കടാ? 90 മൈനസ് ഐ ആയിരിക്കും. സംശയമില്ലല്ലോ? ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഐ ആയിരിക്കും. സെറ്റ് അല്ലേ? റെഡി. ഇനി നമ്മളെ ടൈം ടി കൊണ്ട് എ നിന്ന് എവിടെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, എ ഡാഷിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ആ എ ഡാഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്, ബി ഡാഷിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ പിന്നെ അതാരായിരിക്കും? ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്, ഇതും റിഫ്രാക്റ്റഡ് റേ ആണ്. ഇതാരാ? ബി ഡാഷിന്റെ റിഫ്രാക്റ്റഡ് റേ. രണ്ടും റിഫ്രാക്റ്റഡ് റേസ് ആണ്. പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇയാളായിരിക്കും ആരായിരിക്കും? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആയിരിക്കും. സംശയങ്ങളില്ലല്ലോ? സാധനം സെറ്റ് ആണോ? റെഡി. ഇനി നിങ്ങൾ നോക്കിക്കേടാ, ഐ നമ്മൾ മാർക്ക് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നോർമൽ വരച്ചിട്ടുണ്ട്. ഇത് ആംഗിൾ എത്രയാണ്? റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 6 ആയിരിക്കും. ഇത് ടോട്ടൽ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് 6 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? സിംപ്ലി 6 ആയിരിക്കും. നോ ഡൗട്ട്. റെഡി ആണോ? ഇത്രയും കാര്യങ്ങൾ റെഡി ആണല്ലോ? ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് 2 ട്രയാങ്കിളുകളാണ് മക്കളെ, എ ബി ബി ഡാഷും അതേപോലെ തന്നെ എ ഡാഷ് ബി ഡാഷും. റെഡി? ഏതൊക്കെ ട്രയാങ്കിൾസാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? എ ബി ബി ഡാഷ് അല്ലേ? അതിനുശേഷം നമ്മൾ എടുക്കുന്നത് എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി ഡാഷ്. ഈ 2 ട്രയാങ്കിളുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഈ ട്രയാങ്കിൾ ഇതാ, എ ബി ബി ഡാഷിൽ നിന്ന് നിങ്ങൾ എന്ത് കാണണം? സൈൻ ഐ കാണണം. എ ഡാഷ് ബി ഡാഷിൽ നിങ്ങൾ എന്ത് കാണണം? സൈൻ ആർ കാണണം. സെറ്റ് അല്ലേ? അത് സെറ്റ് അല്ലേ? അപ്പൊ പറഞ്ഞോ. ദാ സൈൻ ഐ കാണുവാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സൈൻ ഐ കാണുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് ആരാ? v1t. ഹൈപ്പോട്ടന്യൂസ് ആരാ? എ ബി ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സൈൻ ഐ ഇസ് ഈക്വൽ ടു v1t ബൈ ആരായിരുന്നു? എ ബി ഡാഷ്. റെഡി? ഇനി ഇപ്പുറത്തെ ട്രയാങ്കിളിൽ പോയിട്ട് സൈൻ ആർ കാണണം. എടാ സൈൻ ആർ കണ്ടു കഴിഞ്ഞാൽ ആർ ഇവിടെയാണ്. സൈൻ ആർ ഓപ്പോസിറ്റ് v2t ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ ബി ഡാഷ്. റെഡി ആണോ? അപ്പൊ സൈൻ ആർ ഇസ് ഈക്വൽ ടു v2t ബൈ എ ബി ഡാഷ് എന്ന് കിട്ടും. സെറ്റ് അല്ലേ? റെഡി. ഇനി എന്താ ചെയ്യണ്ടേ? സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്യണം മക്കളെ. എന്താ കിട്ടുക? v1t ഡിവൈഡഡ് ബൈ എ ബി ഡാഷ് ഹോൾ ഡിവൈഡഡ് ബൈ v2t ബൈ എ ബി ഡാഷ് എന്നാണ് അല്ലേ? ഇതിനെങ്ങനെ എഴുതാം നിങ്ങൾക്ക്? v1t ബൈ എ ബി ഡാഷ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. v1t ബൈ എ ബി ഡാഷിന് നമുക്ക് എങ്ങനെ എഴുതാം? ബൈ v2t ബൈ എ ബി ഡാഷ് ആണെങ്കിൽ ഇൻറ്റു എ ബി ഡാഷ് ബൈ v2t. റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ടി ക്യാൻസൽ ചെയ്യുന്നു, എ ബി ഡാഷ് ക്യാൻസൽ ചെയ്യുന്നു. എന്ത് കിട്ടി? v1 ബൈ v2 എന്ന് കിട്ടി. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു v1 ബൈ v2. പ്രൂഫ് ആയോ? ആയിട്ടില്ല. കാരണം v1 ഉം v2 എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വേണ്ടേ? അപ്പൊ അതിനെന്താ ചെയ്യാ? നിങ്ങളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാ റിലേഷൻ? n ഇസ് ഈക്വൽ ടു സി ബൈ വി എന്നൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട് റേ ഓപ്റ്റിക്സിൽ അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇല്ലടാ? ഇല്ലേ? അപ്പൊ ഇവിടെ ഞാൻ n1 ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സി ബൈ v1 ആയിരിക്കും. n2 ആണെന്നുണ്ടെങ്കിൽ അത് സി ബൈ v2 ആയിരിക്കും അല്ലേ? റെഡി? അങ്ങനെ ഇവിടുന്ന് v1 കാണാൻ പറ്റില്ല. v1 എന്താടാ? v1 അങ്ങോട്ട് പോയാൽ n1 താഴോട്ട് വരും. സോ സി ബൈ n1. അപ്പൊ ഇവിടുന്ന് v2 എന്തായിരിക്കും? v2 അങ്ങോട്ട്, n2 താഴോട്ട്, സി ബൈ n2. കൊടുത്തൂടെ? കാരണം n1 കോൺസ്റ്റന്റാ, n2 കോൺസ്റ്റന്റാ, സി ഓൾറെഡി കോൺസ്റ്റന്റാ. അങ്ങ് ഇക്വേഷനിലേക്ക് കൊടുത്തോ. v1 ബൈ v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സി ബൈ n1 ഡിവൈഡഡ് ബൈ സി ബൈ n2. സി ബൈ n1 ബൈ സി ബൈ n2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ബൈ n1 ഇൻറ്റു
into reciprocal n2 by c. C cancel ചെയ്യുന്നു. You get n2 by n1. Hence the proof. കിട്ടിയോ? ഇതാണ് laws of refraction proof using Huygens wave theory. മക്കളെ സെറ്റ് ആണോടാ മക്കളെ? എല്ലാം പവറായി സെറ്റ് ആയില്ലേ? 2 പ്രൂഫും നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ എന്താ പറയാ ചാൻസ് കൂടുതലുള്ളൊരു 2 ക്വസ്റ്റ്യൻ ആണ് ഈ 2 പ്രൂഫുകൾ. ഓക്കെ, സെറ്റ് അല്ലേ കാര്യങ്ങള്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സന്തോഷമായിട്ടതാ. വാട്ട് ആർ കൊഹറന്റ് സോഴ്സസ്? എടാ, ഇന്റർഫറൻസ് നടക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന സോഴ്സുകളാണ് കൊഹറന്റ് സോഴ്സുകൾ. ഇത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഫൈനൽ എക്സാമിനും കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൊഹറന്റ് സോഴ്സുകൾ എന്നുള്ളത്. എന്താ കൊഹറന്റ് സോഴ്സ്? കൊഹറന്റ് സോഴ്സസ് ആർ ലൈറ്റ് സോഴ്സസ് ദാറ്റ് എമിറ്റ് വേവ്സ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത് ആൻഡ് ഫേസ്, അല്ലെങ്കിൽ വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഒരേ വേവ് ലെങ്ത് ഉള്ള, ഒരേ ഫ്രീക്വൻസി ഉള്ള, ഒരേ ഫേസിലുള്ള, അല്ലെങ്കിൽ ഒരേ ഫേസ് ഡിഫറൻസ് കാണിക്കുന്ന വേവുകളെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡിറക്ഷൻ, സെക്കൻഡറി വേവ്സ് ആർ. ഇത് കഴിഞ്ഞതിന്റെ മുമ്പുള്ള ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ വേവ് ഫ്രണ്ടുകളുടെ ഷേപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? 3 ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ടിലെ ഷേപ്പാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ആ ഷേപ്പ് എന്താണ്, സ്ഫെറിക്കൽ ആണ് അല്ലേ? പിന്നെന്ത് സോഴ്സ് ആയിരുന്നു? പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അത് സ്ഫെറിക്കൽ ആണ്. അതേപോലെ തന്നെ ലൈൻ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ലൈറ്റ് ഒരു ലൈൻ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്തായിരുന്നു? സിലിണ്ട്രിക്കൽ ആയിരുന്നു. അതേപോലെ ഇൻഫിനിറ്റി സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് എന്താണ്? പ്ലെയിൻ ആണ്. അപ്പൊ ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയും, പോയിന്റ് സോഴ്സ് ആണ്, ഷേപ്പ് എന്താ, വരച്ച് കാണിക്കണം എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത്? സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡയറക്ഷൻ. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്ഷന് ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലൈറ്റ് വരുന്നത് ഏതോ കാട്ടുന്നാണ് അല്ലേ? അത്രയും ദൂരെ നിന്നാണ്. സോഴ്സ് എന്താണെടാ? ഇൻഫിനിറ്റി സോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. സെറ്റ് അല്ലേടാ? റെഡി അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more ലൈറ്റ് വേവ്സ് ഇസ് കോൾഡ് ഡാഷ്. എന്താ? നിങ്ങൾ ഇന്റർഫറൻസ് പഠിച്ചിട്ടുണ്ട്. എന്താ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈറ്റ് വേവ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. എന്നിട്ട് അവർ തമ്മിൽ എന്ത് നടക്കുന്നു? സൂപ്പർ പൊസിഷൻ നടക്കുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം, വേവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എനർജിയാണ്. അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശരിക്കും എന്തായിരിക്കും? ഈ വേവുകളുടെ എനർജിയുടെ റീഡിസ്ട്രിബ്യൂഷനാ അല്ലേ? സോ ആ റീഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇന്റർഫറൻസ്. എന്താണ് പേര്? ഇന്റർഫറൻസ്. സെറ്റ് ആണോ അത്? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് മെന്റ് ബൈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്? ഇതും കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നുള്ളത്? എടാ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താണ്? ലൈറ്റ് വൈബ്രേറ്റിംഗ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. അതായത് ഒരൊറ്റ പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് പോളറൈസേഷൻ? ഇതും ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് പോളറൈസേഷൻ? ഏത് വേവുകളാണ് പോളറൈസേഷൻ കാണിക്കാന്നറിയോ? ട്രാൻസ്വേഴ്സ് വേവുകളാണ്. റെഡിയാണോ? സെറ്റാണോ? ട്രാൻസ്വേഴ്സ് വേവുകൾ മാത്രമേ എന്ത് കാണിക്കുള്ളൂ? പോളറൈസേഷൻ കാണിക്കുള്ളൂ. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു വേവ് ട്രാൻസ്വേഴ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോളറൈസേഷൻ ചെയ്താൽ മതി. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കാരണം എന്താ? എടാ, ലോഞ്ചിറ്റ്യൂഡിനിൽ എന്ത് കാണിക്കൂല? പോളറൈസേഷൻ കാണിക്കൂല. അപ്പൊ ഒരു വേവ് ട്രാൻസ്വേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? പോളറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി. സെറ്റ് ആണോ കാര്യങ്ങള്? റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 slits P1 and P2 is 1 mm and the screen placed is 1 meter away, what is the fringe separation for a tight of wavelength 5 × 10⁻⁷ meter എന്നാണ്. അതായത് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇന്റർഫറൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ എന്ത് പഠിക്കുന്നുണ്ട്?
പഠിക്കുന്നുണ്ട്, ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഈ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ PYQs ഒക്കെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണും ഇതിന്റെ ഡെറിവേഷൻ ചോദിച്ചുകൊണ്ടുള്ള. ഡെറിവേഷൻ നമുക്ക് ഡിലീറ്റഡ് ആണ്, പക്ഷേ ആ ഒരു ഇക്വേഷൻ മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. ഇക്വേഷൻ എന്താ? ലാംഡ ഡി ബൈ സ്മോൾ ഡി അല്ലേ? ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി ആണ്. ഇതിൽ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താ? ആ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ക്യാപിറ്റൽ ഡി. സ്മോൾ ഡി അപ്പൊ എന്താ? സ്മോൾ ഡി എന്താ? സ്ലിറ്റ് വിഡ്ത്താണ്. സ്മോൾ ഡി എന്താണ്? സ്ലിറ്റ് വിഡ്ത്താണ്. അതായത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. റെഡിയാണോ? അപ്പൊ നമുക്ക് ഈ ബീറ്റ എങ്ങനെ കാണാം? ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാ? 5 × 10⁻⁻7 ഇൻറ്റു ക്യാപിറ്റൽ ഡി എത്രയാടാ? ദാ പറഞ്ഞത് കണ്ടോ? സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1 മീറ്റർ അവേ. അപ്പൊ 1 ആണ് ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 1 mm ആണ്. ഞാൻ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 10⁻³ റെഡി. ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 10⁻³ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ 5 × 10⁻⁴ മീറ്റർ. റെഡിയാണോ? എന്താ ഫ്രിഞ്ച് വിഡ്ത്ത്? രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെ രണ്ട് ഡാർക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത്. അതാണ് എന്ത്? ഫ്രിഞ്ച് വിഡ്ത്ത് അഥവാ ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാ. അതായത് റിഗാർഡിംഗ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് നമ്മളോട് ചോദിച്ചത് ഇന്റർഫെറൻസിനെയും ഡിഫ്രാക്ഷനെയും കുറിച്ചാണ്. അതിൽ രണ്ടിലെയും ഫ്രിഞ്ച് വിഡ്ത്തിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് താഴെ നിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യുക. ഇതിലെ ബെസ്റ്റ് കമന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? പിൻ ചെയ്യാം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടണം. ആൻഡ് യെസ്, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഈസ് ടു ആൻ എൻഡ്. അതായത് നമ്മുടെ വേവ് ഓപ്റ്റിക്സ് ചാപ്റ്ററിൽ നിന്ന് വന്നേക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോവാ. എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ ഇവരെല്ലാവരും ഞാൻ പറയുന്നില്ല, ഇതിലേതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എന്താണ്? ഷുവർ ആയിരിക്കും. റെഡി? സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അപ്പോൾ ദാ നമ്മൾ എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ലൈവും കാര്യങ്ങളും സെഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എക്സാമിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം എല്ലാം കിഡിലോസ്കി ആയിരിക്കും. അതിൽ പിന്നെ എജുപോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ പിന്നെ ഡൗട്ട് ഇല്ല. ദാറ്റ്സ് ഇറ്റ് അല്ലേ? സോ യെസ്, അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.